നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വൻ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായിട്ട് കേരള ഹൈക്കോടതി സുപ്രധാനമായ നിയമ നടപടികൾക്ക് ഉത്തരവിട്ടു. ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളിയിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 474.9 ഗ്രാം സ്വർണ്ണം നഷ്ടമായതായിട്ട് വിജിലൻസ് റിപ്പോർട്ട് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസുമാരായിട്ടുള്ള രാജ വിജയരാഘവൻ വി, കെ വി വിജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ സംഭവത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം SIT അന്വേഷണം നടത്താനായിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികൾ 4.5 കിലോഗ്രാമിലധികം ഭാരക്കുറവ് ഉണ്ടായതായിട്ട് മുൻപ് തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പുറമെയാണ് ക്ഷേത്രത്തിലെ മറ്റ് ഭാഗങ്ങളായിട്ടുള്ള സൈഡ് ഫ്രെയിമുകളിലും ലിൻഡലുകളിലുമൊക്കെ തന്നെ സമാനമായ തട്ടിപ്പ് നടന്നതായിട്ട് പുതിയ വിജിലൻസ് റിപ്പോർട്ട് സ്ഥിരീകരിച്ചത്. സ്വർണ്ണപൂശൽ ജോലിയുടെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ 474.9 ഗ്രാം സ്വർണം തിരികെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി. 2019 സ്വർണം പൂശാനായിട്ട് ഈ ചെമ്പുപാളികൾ കൈമാറുമ്പോൾ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ ഔദ്യോഗിക മഹസറിലും ആശയവിനിമയ രേഖകളിലും ഇവയെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തുന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മനഃപൂർവ്വമായ ഒരു തെറ്റായ ചിത്രീകരണമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. സ്വർണം പൂശിയ വസ്തുക്കൾ ചെമ്പുപാളികൾ എന്ന നിലയിൽ കൈമാറിയതും അതിൽ നിന്ന് അനധികൃതമായിട്ട് സ്വർണം വേർതിരിച്ചെടുത്തതും ആ സ്വർണം ദുരുപയോഗം ചെയ്തതും ഭാരതീയ ന്യായ സംഹിത പുതിയ നിയമപ്രകാരമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് എന്ന് കോടതി വിലയിരുത്തി. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. സ്വർണ്ണപൂശൽ ജോലിക്കായിട്ട് വിഗ്രഹങ്ങൾ കൊണ്ടുപോയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് നിലവിൽ സ്വർണം പൂശിയ ചെമ്പുപാളികളിൽ വീണ്ടും പൂശാനുള്ള സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു. എന്നാൽ പോറ്റിയുടെ നിർബന്ധപ്രകാരം നിലവിലുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി നീക്കം ചെയ്യുകയും ഇങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണം പോറ്റിക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു. ഈ സ്വർണം ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന് പുറമെ സ്വർണം പൂശലിന് ശേഷം ബാക്കി വന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇമെയിൽ അയച്ചതായിട്ടും കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. ഇത് ദേവസ്വം ബോർഡുമായിട്ടുള്ള പോറ്റിയുടെ ബന്ധത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും അനാസ്ഥകളും പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ട കോടതി അന്വേഷണം സുതാര്യവും ഫലപ്രദവുമാക്കാൻ കർശന നിർദ്ദേശങ്ങൾ നൽകി. സംസ്ഥാന പോലീസ് മേധാവിക്ക് കേസിൻ്റെ റിപ്പോർട്ട് ഉടൻ കൈമാറണം. ADGP H. വെങ്കിടേഷ് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം. ഇതിൻ്റെ ഭാഗമായിട്ട് കേസിൻ്റെ സങ്കീർണത കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണ സംഘത്തിൽ 2 DYSPമാരെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിക്കാൻ അനുമതിയും നൽകിയിട്ടുണ്ട്. ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ക്രമക്കേടുകൾക്ക് പുറമെ ശ്രീകോവിലിൻ്റെ സൈഡ് ഫ്രെയിമുകൾ, ലിൻഡലുകൾ, മറ്റ് സ്വർണ്ണാഭരണങ്ങൾ എന്നിവയിലെ എല്ലാ ക്രമക്കേടുകളും SIT അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇവിടെ കോടതിയുടെ നേരിട്ടുള്ള ഒരു മേൽനോട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിക്ക് നേരിട്ട് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ്. അന്വേഷണം അങ്ങേയറ്റം വിവേകത്തോടും അതോടൊപ്പം തന്നെ സത്യസന്ധതയോടും കൂടി നടത്തണം. അന്വേഷണത്തിൻ്റെ പുരോഗതി റിപ്പോർട്ട് അത് എല്ലാ 2 ആഴ്ചയിലും ഒരു മുദ്രവെച്ച കവറിൽ കോടതിയിൽ നേരിട്ട് സമർപ്പിക്കണം. 6 ആഴ്ചയ്ക്കുള്ളിൽ കേസിൻ്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങേയറ്റം രഹസ്യമായിട്ട് സൂക്ഷിക്കണം. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഒരു വിവരവും പൊതുജനത്തിനോ മാധ്യമങ്ങൾക്കോ കൈമാറാൻ പാടില്ലെന്നും SITക്ക് കർശന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ മാധ്യമങ്ങൾ ഊഹക്കച്ചവടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെൻസേഷൻസ് ഒഴിവാക്കണമെന്നും കോടതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത എല്ലാ രേഖകളും കോടതി രജിസ്ട്രാർ ജനറലിൻ്റെ സുരക്ഷിത കസ്റ്റഡിയിൽ സൂക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും കോടതി വിലക്കിയിട്ടുണ്ട്. മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കറിനെ ശബരിമലയിലെ എല്ലാ വിലപിടിപ്പുമുള്ള വസ്തുക്കളുടെയും സമഗ്രമായ ഇൻവെൻ്ററി കണക്കെടുപ്പ് നടത്താനായിട്ട് കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ശബരിമലയിലെ സ്വർണ്ണ നഷ്ടം ഒരു വലിയ ഗൂഢാലോചനയാണെന്നും ദ്വാരപാലക വിഗ്രഹങ്ങളിൽ മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ വാതിലുകളിലും മറ്റ് സ്ഥലങ്ങളിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. വിഗ്രഹങ്ങളുടെ ഒറിജിനൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ വിദേശത്തേക്ക് വിറ്റ് പകരം വ്യാജ ചെമ്പുപാളികൾ സ്ഥാപിച്ചതായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട വിവരങ്ങൾ അതീവ ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളുടെ സുരക്ഷയും ഭക്തജനങ്ങളുടെ വിശ്വാസ്യതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്.